ബി.ജെ.പിയുടെ അനൗദ്യോഗിക വക്താവാണ് നടി കങ്കണ റാവത്ത്. ഒരു തലത്തിലുമുള്ള രാഷ്ട്രീയ പാരമ്പര്യമില്ലാതിരുന്നിട്ട് കൂടി ഭരണത്തിലിരിക്കുന്ന പാർട്ടിയെ സുഖിപ്പിച്ച് ലോക്സഭാ സീറ്റ് ഒപ്പിച്ചെടുത്ത കങ്കണ നിലവിൽ താര MP എന്ന നിലയിലാണ് പാർലമെന്റിൽ ഷൈൻ ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്നത്. പ്രസംഗിക്കാൻ മൈക്ക് കയ്യിലെടുത്താൽ മണ്ടത്തരങ്ങൾ മാത്രമാണ് കങ്കണയിൽ നിന്നും ഉണ്ടാവുക. ഇതാണ് അവരുടെ പ്രവർത്തനങ്ങളുടെ മഹത്വം കാണാൻ നമുക്ക് സാധിക്കുന്നത്. ഹിമാചൽ പ്രദേശിൽ ഉടലെടുത്ത BJP അനുകൂല തരംഗത്തിന്റെ ആനുകൂല്യം മുതലാക്കിയാണ് കങ്കണ റണാവത്ത് ജയിച്ചു കയറിയത്. MP ആകുന്നതിന് മുൻപ് തന്നെ അഹങ്കാരത്തിന്റെ മൂർത്തിഭാവമായിരുന്ന കങ്കണ പിന്നെ ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കുക കൂടി ചെയ്തതോടെ അത് ഇരട്ടിയായി എന്ന് പറയാം. തലതിരിഞ്ഞ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി തനിക്ക് വോട്ട് ചെയ്ത വോട്ടർമാർക്ക് നേരെ കൊഞ്ഞനം കുത്തുന്ന നിലപാടിലൂടെയാണ് കങ്കണ കടന്നുപോകുന്നത്. ഏറ്റവും ഒടുവിൽ വോട്ടർമാർക്ക് തന്നെ കാണാൻ പുതിയ സന്ദർശക നിയമവുമായി എത്തിയിരിക്കുകയാണ് കങ്കണ റണാവത്ത്. തന്നെ കാണാനെത്തുന്നവർ കയ്യിൽ ആധാർ കാർഡ് കരുതണമെന്നും അത് കണ്ട് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ പരാതികളും നിവേദനങ്ങളും സ്വീകരിക്കുകയുള്ളൂവെന്നും കങ്കണ അറിയിച്ചിരിക്കുകയാണ്. വോട്ട് ചെയ്തത് അബദ്ധമായി പോയി എന്ന് വോട്ടർമാരെ കൊണ്ട് പറയിപ്പിക്കാൻ കങ്കണയ്ക്ക് വേണ്ടി വന്നത് 1 മാസം മാത്രമാണെന്ന് കാണാം. ഇതിനു പുറമെ എന്താവശ്യത്തിനാണ് വരുന്നത് എന്ന് കടലാസിൽ എഴുതിക്കൊണ്ടുവരണമെന്നും തൻ്റെ ലോക്സഭാ മണ്ഡലമായ ഹിമാചൽ പ്രദേശിലെ മണ്ഡിയിലെ വോട്ടർമാരോടായി കങ്കണ ആവശ്യപ്പെടുന്നുമുണ്ട്. ധാരാളം വിനോദസഞ്ചാരികൾ എത്തുന്ന സ്ഥലമായതുകൊണ്ട് തൻ്റെ സുരക്ഷയ്ക്കായിട്ടാണ് ഇത്തരമൊരു നീക്കം കങ്കണയിൽ നിന്നുണ്ടായിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മണ്ഡിയിൽ നിന്നും വരുന്നവർ ആധാർ കാർഡ് കയ്യിൽ കരുതേണ്ടത് അത്യാവശ്യമാണ്. മണ്ഡലവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കത്തിൽ കൃത്യമായി എഴുതണമെന്നും കങ്കണ വോട്ടർമാരോട് ആവശ്യപ്പെടുന്നു. അതേസമയം കങ്കണയുടെ പരാമർശത്തിനെതിരെ കോൺഗ്രസ് രംഗത്തെത്തി. ആധാറില്ലെങ്കിലും തന്നെ കാണാനെത്തുന്നവരെ കാണുമെന്ന് തെരഞ്ഞെടുപ്പിൽ കങ്കണയോട് പരാജയപ്പെട്ട കോൺഗ്രസ് നേതാവ് വിക്രമാദിത്യ സിംഗ് വ്യക്തമാക്കി. MP-യെ കാണാനെത്തുന്നവരോട് തിരിച്ചറിയൽ രേഖ ആവശ്യപ്പെടുന്നത് ശരിയല്ല. സംസ്ഥാനത്തെ എല്ലാ വിഭാഗങ്ങളിൽ നിന്നുമുള്ള ആളുകളെ കാണേണ്ടത് നേതാക്കന്മാരുടെ ഉത്തരവാദിത്തമാണ്. അത് ചെറുതോ വലുതോ നയപരമോ വ്യക്തിപരമോ എന്തു കാര്യത്തിനാണെങ്കിലും ഒരു തിരിച്ചറിയൽ രേഖയുടെയും ആവശ്യമില്ല. എന്തെങ്കിലും ആവശ്യത്തിനായിരിക്കും ഒരു വോട്ടർ ജനപ്രതിനിധിയെ കാണുന്നത് എന്നും ഹിമാചൽ പൊതുമരാമത്ത് മന്ത്രി കൂടിയായ സിംഗ് മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കി. നേരത്തെ ഇന്ത്യൻ സിനിമയിലെ ഇതിഹാസ താരം അമിതാഭ് ബച്ചനുമായി തന്നെ താരതമ്യം ചെയ്താണ് കങ്കണ എയറിൽ കയറിയത്. രാജ്യമാകെ ആശ്ചര്യപ്പെടുകയാണ്. താൻ രാജസ്ഥാനിലോ പശ്ചിമ ബംഗാളിലോ ഡൽഹിയിലോ മണിപ്പൂരിലോ പോകുമ്പോൾ അത്രയധികം സ്നേഹവും ബഹുമാനവുമാണ് ജനങ്ങൾ തന്നോട് കാണിക്കുന്നത്. അമിതാഭ് ബച്ചന് ശേഷം ആർക്കെങ്കിലും ഈ ഇൻഡസ്ട്രിയിൽ ഇത്രയും സ്നേഹവും ബഹുമാനവും ലഭിക്കുന്നുണ്ടെങ്കിൽ അത് തനിക്കാണെന്നും താൻ ആത്മവിശ്വാസത്തോടെ പറയുകയാണ്. ഇതായിരുന്നു പ്രസംഗത്തിൽ കങ്കണയുടെ വാക്കുകൾ. കങ്കണയുടെ പ്രസംഗത്തിന്റെ വീഡിയോ പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ട്രോളുകൾക്കിടയാക്കുകയും ചെയ്തിട്ടുണ്ട്.